നമസ്കാരം. വേദാന്ത വൈബ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് 10-ാം ഉദയത്തിനെ കുറിച്ചാണ് നമ്മൾ അറിയാൻ പോകുന്നത്. 10-ാം ഉദയം ഈ വർഷം ഏപ്രിൽ 23-ാം തീയതിയാണ്. അപ്പോൾ അന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്താണെന്ന് നോക്കാം. സർവ്വ ഐശ്വര്യത്തിനുള്ള ഒരു ദിവസമാണ് 10-ാം ഉദയം. അതും നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ മാത്രം നിങ്ങളിലേക്ക് ഐശ്വര്യം കടന്നു വരുന്നതാണ്. അപ്പോൾ വീഡിയോ മുഴുവനായി കാണാൻ ശ്രമിക്കുക. 10-ാം ഉദയത്തിന്റെ അന്ന് രാവിലെ കുളി കഴിഞ്ഞ് നിങ്ങളൊരു അതായത് ഈറനോട് തന്നെ ആ മുടിയിലെ നനവൊക്കെ ഉണങ്ങുന്നതിന് മുന്നേ തന്നെ സൂര്യനെ നോക്കി നിങ്ങളൊരു 5 മിനിറ്റ് നിങ്ങളുടെ ആഗ്രഹം എന്താണോ അത് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അത് നടക്കുമെന്നാണ് പരമ്പരാഗതമായിട്ടുള്ളൊരു വിശ്വാസവും അങ്ങനെ നടന്ന ഒരുപാട് ആളുകളുമുണ്ട്. വിശ്വാസം നിങ്ങളുടെ വിശ്വാസം നിങ്ങളെ രക്ഷിക്കട്ടെ എന്ന് പറയുന്നത് പോലെ നിങ്ങൾ വിശ്വാസത്തോടു കൂടി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഉറപ്പായും ഇന്നത്തെ ഒരു ദിവസം നിങ്ങളുടെ ആഗ്രഹം നടക്കുന്നതായിരിക്കും. സൂര്യോദയത്തിന് ശേഷം 1 മണിക്കൂറിനുള്ളിലാണ് ഈ 5 മിനിറ്റ് നിങ്ങൾ പ്രാർത്ഥിക്കുന്നത്. അപ്പം നിങ്ങളുടെ കലണ്ടറിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും സൂര്യോദയം എത്ര മണിക്കാണെന്ന്. അതിന് 1 മണിക്കൂറിനകം തന്നെ നിങ്ങൾ ഈ 5 മിനിറ്റ് പ്രാർത്ഥിക്കണം. നട്ടുച്ചയ്ക്കൊന്നും സൂര്യനെ പ്രാർത്ഥിക്കാൻ പാടില്ല. കാരണം പ്രാർത്ഥിക്കാൻ പാടില്ലെന്നല്ല, പണ്ടത്തെ പോലല്ല, ഇപ്പോൾ ഒരുപാട് UV റേസ് ഒക്കെ ഭൂമിയിലേക്ക് വരുന്നത് കൊണ്ട് തന്നെ ഉച്ചക്കത്തെ സൂര്യകിരണം വളരെ തീക്ഷ്ണമാണ്. രാവിലത്തെ സൂര്യകിരണം വളരെ സോഫ്റ്റ് ആയതുകൊണ്ടാണ് രാവിലെ തന്നെ പ്രാർത്ഥിക്കേണ്ടത്. അതുപോലെ തന്നെ 10-ാം ഉദയത്തിന് ആദ്യത്തെ 1 മണിക്കൂറാണ്. സൂര്യോദയം കഴിഞ്ഞിട്ട് 1 മണിക്കൂർ വളരെ പ്രധാനപ്പെട്ടതാണ്. സൂര്യൻ എന്ന് പറയുന്നത് എല്ലാ ഗ്രഹങ്ങളുടെ അധിപനാണ്. നിങ്ങളുടെ ഏതൊരു ആഗ്രഹവും, രോഗശാന്തി, നിങ്ങളുടെ സാമ്പത്തിക വളർച്ചയ്ക്ക് എല്ലാം തന്നെ സൂര്യഭഗവാന്റെ അനുഗ്രഹത്തോടു കൂടി നേടിയെടുക്കാൻ സാധിക്കുന്നതാണ്. 10-ാം ഉദയത്തിന് മാത്രമല്ല, എന്നും സൂര്യഭഗവാനെ നമസ്കരിക്കുന്നത് വളരെ നല്ലൊരു ശീലമാണ്. അതിനാണ് ഞാൻ പറഞ്ഞത് നട്ടുച്ച സമയം നിങ്ങൾ ഉപയോഗിക്കരുത്. രാവിലെയാണ് ഏറ്റവും നല്ലത് സൂര്യനെ പ്രാർത്ഥിക്കുന്നതിനായിട്ട്. നിങ്ങളുടെ ജാതകത്തില് സൂര്യൻ ദോഷസ്ഥാനത്താണ് ഉള്ളതെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ സാമ്പത്തിക ബുദ്ധിമുട്ടുകള്, ജീവിതത്തിൽ വളർച്ചയില്ലായ്മ, നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിൽ പ്രശ്നങ്ങൾ, നിങ്ങളുടെ മക്കൾക്ക് വളരെ ഒരു പുഷ്ടിയില്ലായ്മയൊക്കെ സംഭവിക്കുന്നതായിരിക്കും. അതേപോലെ സാമ്പത്തിക ബുദ്ധിമുട്ടൊക്കെ വളരെ ആരോഗ്യകരമായ പ്രശ്നങ്ങളൊക്കെ വന്നു ചേരുന്നതായിരിക്കും. അപ്പം ഇതിനെ നിങ്ങൾക്ക് മറികടക്കാനായിട്ട് സൂര്യഭഗവാനെ പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾ എത്രത്തോളം പ്രാർത്ഥിക്കുന്നു അപ്പോൾ നിങ്ങളുടെ ആ ഒരു ഗ്രഹം നിങ്ങൾക്ക് അനുഗ്രഹിക്കുന്നതായിരിക്കും. 10-ാം ഉദയം എന്ന് പറയുന്നത് ശുഭകർമ്മങ്ങൾ ഏതൊരു കാര്യവും സ്റ്റാർട്ട് ചെയ്യാനുള്ള ഒരു ശുഭ ദിവസമായിട്ടാണ് കണക്കാക്കുന്നത്. ഈ ദിവസം സ്റ്റാർട്ട് ചെയ്യുന്ന ഏതൊരു കാര്യമായാലും അത് വളരെയധികം വിജയത്തിലേക്ക് എത്തുമെന്നാണ് പറയപ്പെടുന്നത്. ബിസിനസ് ആകാം, നിങ്ങൾ വീടിന്റെ പാല് കാച്ചാവാം, പുതിയ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോൾ 10-ാം ഉദയത്തിന് സ്റ്റാർട്ട് ചെയ്താൽ വളരെയധികം ഐശ്വര്യമുള്ളതാണ്. അന്നേ ദിവസം സൂര്യപ്പൊങ്കാല ഇടുന്നതും വളരെയധികം ഫലപ്രദമായിട്ടുള്ളൊരു കാര്യമാണ്. അവനവൻ്റെ വീട്ടിൽ തന്നെ പൊങ്കാല ഇടാവുന്നതാണ്. അതിനായിട്ട് സ്ഥലം നോക്കി വൃത്തിയാക്കിയതിന് ശേഷം ചാണകമൊക്കെ തെളിക്കാറുണ്ടായിരുന്നു പണ്ട് ആ ഒരു ഏരിയ. അപ്പം ചാണകമൊക്കെ തെളിച്ച് 3 ഇഷ്ടിക വെച്ച് ആ ഇഷ്ടിക കൂട്ടി അടുപ്പിന്റെ വലത്തെ സൈഡിലായിട്ട് ഗണപതി പടുക്കി ഒരുക്കി വിളക്ക് കൊളുത്തി ഗണപതി ഭഗവാനെയും സൂര്യഭഗവാനെയും മനസ്സിൽ സങ്കല്പിച്ചുകൊണ്ട് നിങ്ങൾക്ക് പൊങ്കാല ഇടാവുന്നതാണ്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, കിഴക്ക് തിരിഞ്ഞു നിന്ന് വേണം നിങ്ങൾ ഈ കർമ്മം ചെയ്യുവാനായിട്ട്. ഈ സമയത്ത് പ്രാർത്ഥനയോടുകൂടി തന്നെ ചെലവഴിക്കാവുന്നതാണ്. അല്ലെങ്കിൽ സൂര്യമന്ത്രമോ ആദിത്യ ഹൃദയ മന്ത്രമോ മറ്റ് സൂര്യസ്തോത്രമോ ഒക്കെ തന്നെ നിങ്ങൾക്ക് ചൊല്ലാവുന്നതാണ്. സൂര്യോദയ സമയത്ത് തന്നെയാണ് പൊങ്കാല ഇടാൻ ശ്രമിക്കേണ്ടത്. ആ ഒരു സമയമാണ് വളരെ ഉത്തമം. ഈ 10-ാം ഉദയ ദിവസം ശരീരശുദ്ധിയോടുകൂടി തന്നെ ആൽമരത്തിന് 21 തവണ പ്രദക്ഷിണം ചെയ്യുന്നതും ഉത്തമമായ ഒരു കാര്യമാണ്. ഇങ്ങനെ ചെയ്യുന്ന പക്ഷം മുൻജന്മ പാപം പോലും ഇല്ലാതാവും. അതേപോലെ നിങ്ങളുടെ ഏതൊരു ആഗ്രഹങ്ങളും ലഭിക്കുന്നതായിരിക്കും. സർവ്വദോഷ നിവാരണവും സംഭവിക്കുന്നതായിരിക്കും എന്നാണ് വിശ്വാസം. അരയാലിന് പ്രദക്ഷിണം ചെയ്യുന്നത് ഈറൻ ഉടുത്തുകൊണ്ടാണെങ്കിൽ ഇതിന്റെ ഫലം ഇരട്ടിയാകുമെന്നാണ് പറയുന്നത്. സ്ത്രീകൾക്ക് പറ്റില്ലെങ്കിൽ പുരുഷന്മാര് അരയാലിന് പ്രദക്ഷിണം വെക്കുന്നുണ്ടെങ്കിൽ ഈറൻ എടുത്തുകൊണ്ട് തന്നെ പ്രദക്ഷിണം വെക്കുന്നത് വളരെ നല്ലതാണ്. ഈ വർഷം 10-ാം ഉദയം ഏപ്രിൽ 23-ാം തീയതി മേടം 10-ന് ബുധനാഴ്ച ദിവസമാണ് വരുന്നത്. അപ്പോൾ 10-ാം ഉദയത്തിന്റെ അനുഗ്രഹം ഈ ഒരു സമയത്തെ ആ ഒരു പ്രത്യേകത മുന്നിൽ എടുത്തുകൊണ്ട് തന്നെ നിങ്ങളുടെ ആഗ്രഹങ്ങളും നിങ്ങളുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളും ഒക്കെ മാറ്റിയെടുക്കുവാനായിട്ട് 10-ാം ഉദയത്തിലെ ഈ പ്രാർത്ഥനകളോടുകൂടി തന്നെ മുന്നോട്ട് പോവുക. അക്ഷയ തൃതീയയുടെ പ്രാധാന്യവും ഐതിഹ്യവും ഒക്കെ അടുത്തൊരു വീഡിയോ ആയി കാണാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടവർ താഴെ കമന്റ് ചെയ്യുക. നിങ്ങളുടെ എന്തൊരു അഭിപ്രായങ്ങളും താഴെ കമന്റ് ആയിട്ട് പറയുക. നന്ദി, നമസ്കാരം.